എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് എന്റെ ക്യാരറ്റിന്റെ കളറുള്ള മധുരക്കിഴങ്ങിന്റെ അടുത്താണ്. അപ്പൊ ശരിക്കും അത് ക്യാരറ്റ് പോലെ തന്നെയാണ് ഇരിക്കണത്. കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്, എളുപ്പമുണ്ടാവണം. നമുക്ക് ഒരു 100 ദിവസം കഴിയുമ്പോ തന്നെ വിളവെടുക്കാൻ പറ്റിയതാണ്. അപ്പൊ ഇതിപ്പോ നട്ടിട്ട് നമ്മ ഒരു 100 ദിവസം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് വിളവെടുക്കണം. അപ്പൊ ഇതാണ് ക്യാരറ്റിന്റെ കളറുള്ള മധുരക്കിഴങ്ങ്. കണ്ട ഇതിന്റെ ഇലകളൊക്കെ ഇതേപോലെയാണ് ഇരിക്കണത്. കണ്ട ഇലകളൊക്കെ കണ്ട പച്ച കളറിലാണ്, തണ്ട് ഒരു വയലറ്റ് കളറാണ്. കണ്ട ഇതേപോലെയാണ് തണ്ടുകളൊക്കെ ഇരിക്കണത്. നമുക്ക് ചാക്കിലോ ഗ്രോ ബാഗിലോ മണ്ണിലൊക്കെ നടാൻ പറ്റിയതാണ് കേട്ടാ. ചാക്കിലും ഗ്രോ ബാഗിലൊക്കെ നടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കിഴങ്ങുണ്ടാകും. അപ്പൊ ഞാൻ ചാക്കിലും ഗ്രോ ബാഗിലൊക്കെ നട്ടിട്ടുണ്ട്. ഇതിപ്പോ നമ്മ മണ്ണിൽ നട്ടതാണ്. അപ്പൊ നമുക്കിതൊന്ന് വിളവെടുത്ത് നോക്കാം. കണ്ട ഇതാണ് ഇതേപോലെയാണ് ഇരിക്കണത്. കണ്ട ഇതേപോലെയാണ് ക്യാരറ്റിന്റെ കളറുള്ള മധുരക്കിഴങ്ങ്. ഇതിനധികം വലിപ്പം വെക്കൂല കേട്ടാ. ചെറിയ ചെറിയ ക്യാരറ്റ് പോലെ തന്നെയാണ് ഈ മധുരക്കിഴങ്ങ് ഇരിക്കണത്. സാധാരണ മധുരക്കിഴങ്ങ് പോലെയല്ല. കണ്ട നല്ല ഇളക്കമുള്ള മണ്ണാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടായി കിട്ടും. നമ്മ നടണ ഒരേ തലയുടെ അടിയിലുമാണ് ഈ മധുരക്കിഴങ്ങ് ഉണ്ടാവണത്. കണ്ട നമ്മിപ്പോ ഇതൊക്കെ ഒരേ തല നട്ടാ ഓരോ തലയുടെ അടിയിലും മധുരക്കിഴങ്ങ് ഉണ്ടാവും. കണ്ട ഇതേപോലെ എണിതിരിക്കണത്. അപ്പൊ നമുക്ക് ഇത് നടണ്ടേന്ന് വെച്ചാൽ ഒരു കൊച്ചു പീസ് നട്ടുകൊടുത്താ മതി. കൊച്ചു പീസ് നട്ടുകൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ആ എല്ലാ തലയുടെ അടിയിലും മധുരക്കിഴങ്ങ് ഉണ്ടാവും. ചാക്കിലൊക്കെ നട്ടാ മതി എന്ന് പറഞ്ഞത്. കണ്ട ഇതേപോലെയാണ് മധുരക്കിഴങ്ങ്. നമുക്ക് ഇവിടെ ഇളക്കുള്ള മണ്ണാരെ നമുക്ക് പറിക്കാനൊക്കെ നല്ല എളുപ്പമാണ്. അപ്പൊ നമുക്ക് ഇതിപ്പോ അത്യാവശ്യം ഇത് പറിച്ച് മാറ്റേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മ പറിക്കണത്. നമുക്ക് തല വേറെ സ്ഥലത്ത് നട്ടും കൊടുക്കാല. ഒരുപാട് പേർക്കാണ് ഞാൻ ക്യാരറ്റിന്റെ കളറുള്ള മധുരക്കിഴങ്ങിന്റെ കട്ടിങ്സ് ഒക്കെ അയച്ചു കൊടുത്തേക്കണത്. കണ്ട ഇതേപോലെയാണ്. കണ്ട നമ്മ ഇത് കുറച്ചാ നട്ടിട്ടുണ്ടായുള്ളൂ കേട്ടാ. അത്യാവശ്യം തന്നെ നമുക്ക് ഈ നട്ടയിനൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. കണ്ട ഇതിങ്ങനെ വേര് തല്ലിങ്ങനെ പായണ അനുസരിച്ച് ഇത് കിഴങ്ങിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. കണ്ട നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനും. മുറിച്ച് കഴിഞ്ഞാല് ശരിക്കും നമ്മ ക്യാരറ്റ് മുറിച്ച് വെച്ചോണം തന്നെ ഇരിക്കുള്ളൂ. കണ്ട ഇങ്ങനെ ഒരു ഇതേപോലെ കണ്ട കൊലയിട്ടൊക്കെ ഇത് ഉണ്ടാകും. കണ്ട ഇത് മുറിച്ച് കാണിച്ചു തരാം നിങ്ങക്ക്. ഇതിങ്ങനെ വേര് പോണനുസരിച്ചണ്ട ഇതെത്ര വേര് പോണനുസരിച്ച് ഇങ്ങനെ നീളത്തിൽ ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ. ഇളക്കമുള്ള മണ്ണൊക്കെ ആണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള കിഴങ്ങനെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഞാനിപ്പോ ഇത് നട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് യാതൊരു പരിചരണവും വേണ്ടാത്ത ഒരു വിളയിട്ട് മധുരക്കിഴങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊട്ടും തന്നെ പരിചരണമൊന്നും വേണ്ട. അപ്പൊ 5-6 കട്ടിങ്ങാണ് നമ്മ നട്ടിരുന്നത്. കണ്ട നല്ലൊരു വിളവെടുപ്പ് തന്നെയായിരുന്നു. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം.
കണ്ട ശരിക്കും നമ്മ ക്യാരറ്റ് മുറിച്ച് വെച്ചേക്കണ പോലെ തന്നെയാണ്. കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മധുരക്കിഴങ്ങാണ്. ശരിക്കും ഇപ്പൊ നമ്മ കണ്ടുകഴിഞ്ഞാൽ ക്യാരറ്റ് പോലെ തന്നെയല്ലേ ഇരിക്കണത്. അപ്പൊ നമുക്കിത് എളുപ്പത്തിൽ തന്നെ വിളവെടുക്കാൻ പറ്റിയതാണ്. 100 ദിവസം മതി കറക്റ്റ് ഇത് വിളവെടുക്കാൻ നട്ട് കഴിഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ നമുക്ക് സ്ഥലം ഇല്ലാത്തവർക്ക് നമുക്ക് ചാക്കിലൊക്കെ നട്ടാൽ നന്നായിട്ടുണ്ടാവും കേട്ടാ. അപ്പൊ ആ ചാക്കിലോ ഗ്രോ ബാഗിലോ ഒക്കെ ചെടിച്ചട്ടി വരെ നമുക്ക് നടാൻ പറ്റിയതാ ഒരു വെറൈറ്റി ആണ്. അപ്പൊ എല്ലാവരും ഈ ക്യാരറ്റിന്റെ കളറുള്ള മധുരക്കിഴങ്ങും കൂടെ നട്ടുപിടിപ്പിക്കണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.